ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു എളുപ്പപ്പണിയിൽ നമുക്ക് ഹെയർ കളർ ചെയ്യാവുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഏത് ഹെയറിനും നമുക്ക് കളർ ചെയ്യാവുന്നത്. എൻ്റെ ഗ്രേ ഹെയർ ഫ്രണ്ടിലും ഇച്ചിരി ഒന്ന് മിഡിലും ഒക്കെ ആയിട്ട് എൻ്റെ ഗ്രേ ഹെയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനും എൻ്റെ കൂട്ട് മടിയുള്ളവർ ഒരുപാട് മെസ്സി ആവണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ 5 മിനിറ്റ് മതി കേട്ടോ. ഈ പ്രോഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ദാറ്റ്സ് ഓൾ. എളുപ്പമാണ്, ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരും. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് നൈക്കിയിൽ നിന്നാണ്. നൈക്കിയിൽ നിന്ന് വാങ്ങിക്കും, ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വേറെ 2-3 പ്രോഡക്റ്റ് ഹെയർ കെയർ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനൊരു 3-4 വർഷം 1-1.5-2 വർഷം കൊണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബി ബ്ലെൻഡിൻ്റെ ഒരു ഹെയർ കളറിങ് 5 മിനിറ്റ് ഹെയർ കളറിങ് ഷാമ്പു ആണ്. സംഭവം അടിപൊളിയാണ്. മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഷാമ്പൂസൊക്കെ അവൈലബിൾ ആണെങ്കിലും ഈ ഒരു ഹെയർ ഷാമ്പു അടിപൊളിയാണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. 2 യൂസ് ചെയ്യാനൊക്കെ ആയാലും അടിപൊളിയാണ്. ഒരുപാട് മെസ്സി ഒന്നും ആവത്തില്ല. നേരത്തെ ഈ ഒരു റേഞ്ചിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഒരു 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഒത്തിരി നോക്കിയായിരുന്നു, ഒരു വെബ്സൈറ്റിൽ നോക്കിയായിരുന്നു, ഇവരുടെ നൈക്കിൽ നോക്കിയായിരുന്നു. ഈ ഒരു 2 റേഞ്ച്, ഒന്ന് 03 ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന റേഞ്ചും, ഒന്ന് 01 നാച്ചുറൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒന്നാണ്. നാച്ചുറൽ ബ്ലാക്ക് ഞാൻ അല്ലാതെ വാങ്ങിക്കുമ്പോൾ ഞാൻ നാച്ചുറൽ ബ്ലാക്ക് ഒരു സേഫ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചു വെക്കും. ഇതിനകത്ത് 5 സാഷയും 5 ഗ്ലൗസസ് ആണ്. ഇത് ഡിസ്പോസിബിൾ ഗ്ലൗസസ് ആണ് തരുന്നത്. അത് നമുക്ക് ഈ പ്രൈസിന് സംഭവം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പ്രൈസ് ലോ ആയിട്ടുള്ളപ്പോഴാണ് ഞാനിത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. കാര്യം ഒരു ബ്ലാക്കിൻ്റെ ഇതും വേണം, വേറെ കളർ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ അതും വേണം. സാഷ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ ഒക്കെ ആയാലും നമുക്ക് കൈ കൊണ്ടുപോകാൻ അടിപൊളിയാണ്. മെസ്സി ആവത്തുമില്ല. നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി യൂസാണിത്. എനിക്ക് അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എത്ര പേർക്ക് ഇത് ഓപ്ഷൻ ഇതാക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് ഒരുപാട് നേരം ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഒരുപാട് നേരം തണുപ്പുള്ള സംഭവം എന്ത് നമ്മുടെ തലയിൽ വെച്ചാലും നമുക്ക് ഹെയർ ഗ്രോത്തിനായാലും, ഇപ്പോൾ ചിലർ ചോദിക്കാം ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യേണ്ട, ഈ കെമിക്കൽസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, പിന്നെ ഹെണ്ണ അങ്ങനത്തെ. പക്ഷെ അങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ വെച്ചാലും എനിക്കുള്ള ഒരു സൈഡ് എഫക്റ്റ് അത് വെച്ചിട്ട് പിന്നെ എനിക്ക് ഒന്ന് ജലദോഷം വരും, 2 ചെവി വേദന വരും, 3 എനിക്ക് ചെവി വേദന വന്നാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഈ തണുപ്പ് ഇറങ്ങുന്നുണ്ടാകും. എനിക്ക് ചെവിയിലെ ഒരു ഞരമ്പിന് ഒരു ചെറുതായിട്ടൊരു ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം ഒരുപാട് നേരം തണുപ്പുള്ള മാസ്ക് ഒന്നും അങ്ങനെ വെക്കാൻ ഒക്കത്തില്ല. എണ്ണയൊന്നും എനിക്ക് ആ കളർ എനിക്ക് അത്രയും താല്പര്യമില്ല. ആ ഒരു കളർ നമ്മൾ ഇച്ചിരി ആ ഒരു ഡിമ്മായി കഴിയുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് റീഅപ്ലൈ ചെയ്തെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ ഫുൾ എൻ്റെ ഫേസിൻ്റെ ലുക്കും മാറും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എനിക്ക് അല്ലാതെ മറ്റേ സലൂണിലെ ആ ഒരു ഹെയർ കളർ ചെയ്യാനും എൻ്റെ ഹെയർ ഡാമേജ് ആവുന്നൊരു പേടിയുള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ബി ബ്ലെൻഡിൻ്റെ ഈ ഒരു സാഷേ ടൈപ്പ് ഷാമ്പു. എനിക്ക് തോന്നുന്നു ഷാമ്പു ടൈപ്പ് ഇതിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു. വേറൊരു ബ്രാൻഡിൽ നല്ല ബ്രാൻഡ് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്രൈസും അണ്ടർ 300 ആണ്. ഈ ഒരു ബോക്സ് അണ്ടർ 300 ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഗ്ലൗസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒറ്റ യൂസിന് നമ്മുടെ ഹെയറിന് ഒരു സാഷ തന്നെ ധാരാളമാണ് യൂസ് ചെയ്യാൻ. കാര്യം നമുക്ക് ഒരു മെസ്സിനെസ്സോ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമുക്ക് ഫേസിലൊന്നും നെറ്റിയുടെ അവിടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തോളൂ. ഞാൻ ഇപ്പോൾ ഇത് ചെയ്താൽ ഞാൻ അങ്ങനെയും ചെയ്യാറില്ല. ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, 03 ചോക്ലേറ്റ് ബ്രൗൺ ആണ് എടുത്തേക്കുന്നത്. നേരത്തെ ഇതിനകത്ത് വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ഷെയ്ഡ്സ് കളറിങ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2 ഷെയ്ഡേ കാണാനുള്ളൂ. ഇതാണ് 2 മിക്സറായിട്ടാണ് ഈ സംഭവം വരുന്നത്. ഇതിൻ്റെ സാഷേന് ഞാൻ പൊട്ടിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഒന്ന് വൈറ്റ് ഡെവലപ്പറായിട്ടും ഒന്ന് കളറിങ് ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രേനെസ് ഉള്ള ഹെയർസ് എല്ലാം ഒന്ന് ഹെയർ ഫുള്ള് നമുക്ക് റൂട്ട് ഒരുപാട് സ്കാൽപ്പ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഗ്രേ ഉള്ള ഏരിയയിലെല്ലാം നല്ലോണം അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് പറയുന്നുണ്ട് 8 വീക്ക് എന്താ നമ്മുടെ കളർ പോകത്തില്ല. നല്ലൊരു ഷൈനി, നല്ലൊരു ഹെൽത്തി ഹെയർ ഒരു ലുക്കും തരും. ഇതെനിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ചെയ്യുമ്പം അങ്ങോട്ട് കറക്റ്റ് ആകില്ല. അപ്പോൾ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കൊണ്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടത്, ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണ്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ആവട്ടെ. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഹെയർ ഫുൾ ഒരു സാഷേ എൻ്റെ ഹെയറിന് എൻ്റെ സ്കാൽപ്പിൻ്റെ ഹെയറിനൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫുൾ ഹെയർ ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്തിട്ട്
ഹെയർ ക്ലിപ്പ് ചെയ്ത് വെക്കും. നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഹെയർ മാസ്ക് മറ്റേ എന്താണ് പറയുന്നത്, ഹെയർ കവറും കൂടെ ചെയ്ത് നമുക്ക് വെക്കാം. ഞാനത് ചെയ്തില്ല. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വയ്ക്കുക. നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്ത് കളയുക. പിന്നെ എന്തെങ്കിലും അലർജിക്കോ അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. കാര്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കളേഴ്സും ഡൈസൊക്കെ അലർജിക്കായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഹെയറിൽ തണുപ്പൊന്നും വെക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു AC ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു 2 വർഷമായി കാണും ഈ പ്രോഡക്റ്റിൻ്റെ ഇത് ഇറങ്ങിയിട്ട്. അന്ന് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് ഒരു സംശയത്തോടാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ വാട്ടറിൽ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കുന്ന ഹെയറിലായിരിക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് ഹെയറിലൊന്ന് കളർഫുൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യുക. വേറെ ഒന്നും ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അത് നല്ലൊരു ലുക്ക് വരാം. ഞാനിത് ഹെയർ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഹെയർ കാണിച്ചു തരാം. ഒന്നും അപ്ലൈ ചെയ്താൽ ഞാൻ ഹെയർ വാഷ് ഒരു 2 to 3 hours കഴിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ഷൈൻ, നല്ലൊരു ഹെൽത്തി ലുക്കാണ്. ഞാൻ ചോക്ലേറ്റ് ബ്രൗൺ എടുത്തുള്ളെങ്കിലും സംഭവം എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഇതിനെക്കാട്ടി ബ്ലാക്കായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ഹെയർ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, ഹായ്, ഞാൻ ഹെയർ വാഷ് ചെയ്തു. കണ്ടില്ലേ, നേരത്തെ ഇരുന്ന ഹെയർ ഗ്രേ കളറോ അങ്ങനെ ഒരു ബ്രൗൺ കളറുള്ള ഹെയറോ ഒന്നും കാണാനില്ല. കാര്യം ഫുൾ കവറായിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രൗണാണ് ഞാൻ എടുത്തതെങ്കിലും എൻ്റെ ഹെയറിന് പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഒരുപാട് കളർ എടുത്തറിയണ്ട, പിന്നെ ഒരുപാട് മെസ്സി ആവണ്ട. ഹെന്നയൊക്കെ ആണെങ്കിൽ ഫുൾ മെസ്സി ആവും. പിന്നെ എങ്ങനായിരിക്കും, നമുക്ക് പനി പിടിക്കുമോ, സൈനസസ് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹെന്ന അങ്ങനെ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതാണെങ്കിൽ നമുക്ക് എളുപ്പം ഒരു 5 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മതി. കൂടിപ്പോയി ഒരു 10 8 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മതി. 1 മന്തിൽ നമുക്ക് പിന്നെ നോക്കേണ്ട 1 മന്തിൽ 1.5 to 8 വീക്ക് എന്ന് പറയുന്നുണ്ട്. 8 വീക്ക് വേറെ ഒന്നും ഞാൻ ഇത് വെച്ച് ഈ കളറിങ് വെച്ചിട്ട് തന്നെ ഹെയർ മാസ്ക് വെക്കാറുണ്ട്, കണ്ടീഷണർ വെക്കാറുണ്ട്, സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട്, കേളിങ് ചെയ്യാറുണ്ട്, ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യാറുണ്ട്, ഹെയർ മിസ്റ്റ് അടിക്കാറുണ്ട്. ഹെയറിന് ഒരു ഡാമേജ് വരുത്തത്തില്ല. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.